തെനാലിരാമൻ കഥകൾ 17. തെനാലിരാമൻ്റെ ദാനം. ഒരു ദിവസം സായാഹ്നവേളയിൽ കൃഷ്ണദേവരായരും തെനാലിരാമനും കൂടി ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പൂന്തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ദാനം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന സദ്ഫലങ്ങളിലേക്ക് അവരുടെ വർത്തമാനം ദിശ മാറി. കർണൻ, രേവന്തൻ, ശിബി എന്നിവരുടെ ദാനമഹാത്മ്യങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൃഷ്ണദേവരായർ തെനാലിരാമനോട് ചോദിച്ചു, രാമ, ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം സ്വത്തുക്കളും അനവധി വീടുകളുമുണ്ടല്ലോ. അവയിൽ ഒരു വീട് ആർക്കെങ്കിലും ദാനമായി കൊടുത്തുകൂടെ? അതിന് വിരോധമുണ്ടായിട്ടല്ല തിരുമേനി. നിസ്സാരനായ ഈ രാമനോട് ദാനം വാങ്ങുന്നത് നാണക്കേടായിട്ടാണ് ഈ നാട്ടുകാർ കരുതുന്നത്. എന്ത്? കൊട്ടാരം വിദൂഷകനായ തെനാലിരാമനോട് ദാനം വാങ്ങുന്നത് നാട്ടുകാർക്ക് നാണക്കേടാണെന്നോ? അതേ തിരുമേനി, അടിയന് മോഹമില്ലാഞ്ഞിട്ടല്ല. ഹേ, നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് ഈ രാമൻ്റെ തലയിലെഴുത്തിൻ്റെ ദോഷമാ തിരുമേനി. ഏത്? രാമൻ എന്താണ് പറയുന്നത്? വിശ്വാസത്തിൻ്റെ കാര്യമാണ് അടിയൻ പറഞ്ഞത്. അടിയൻ പറയുന്നത് അത്ര എളുപ്പത്തിൽ ആരും വിശ്വസിക്കുകയില്ല. കാരണം അടിയനൊരു വിദൂഷകനായി പോയില്ലേ. രാമൻ സങ്കടം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ്, അതിന് രാമൻ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് രാമനെ പൂർണ്ണ വിശ്വാസമാണ്. മഹാരാജാവ് രാമനെ സമാധാനിപ്പിച്ചു. എങ്കിൽ അടിയൻ ദാനം ചെയ്യുവാൻ പോകുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അങ്ങയെ ബോധ്യപ്പെടുത്തി തരാം. ആട്ടെ, രാമൻ എന്താണ് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു നല്ല വീട് തന്നെ ആയിക്കോട്ടെ തിരുമേനി. അതൊക്കെ രാമൻ്റെ ഇഷ്ടം. വിവരം നമ്മയും അറിയിക്കുമല്ലോ. അടിയൻ്റെ അന്നദാതാവായ അങ്ങയെ ബോധ്യപ്പെടുത്താതെ ഒരു കാര്യവും നന്ദിയുള്ള ഈ രാമൻ ചെയ്യുകയില്ല. എളിമയോടുകൂടിയുള്ള രാമൻ്റെ സംസാരവും വിനയവും കൃഷ്ണദേവരായർക്ക് നന്നേ ബോധിച്ചു. വിദൂഷകനായ രാമൻ ബുദ്ധിശാലി മാത്രമല്ല, വിനയവും വിവേകവുമുള്ള നല്ലൊരു ആശ്രിതൻ കൂടിയാണ്. അന്നത്തെ സംസാരം അവിടം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് രാമനും രാജാവും പിരിഞ്ഞു. തെനാലിരാമൻ്റെ ചിന്ത മറ്റൊരു വഴിക്കായിരുന്നു. താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ളതൊന്നും ആർക്കും ദാനം ചെയ്യുവാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. രാജകോപം ഭയന്നിട്ടാണ് കൃഷ്ണദേവരായരോട് അങ്ങനെയെല്ലാം പറഞ്ഞത്. ഒരു വീട് ദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണല്ലോ താൻ തിരുവുള്ളം ഉണർത്തിച്ചിരിക്കുന്നത്. തൻ്റെ ഉദ്ദേശം ശരി തന്നെയെന്ന് മഹാരാജാവിനെ ബോധിപ്പിക്കുകയും വേണം. വീട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യരുത്. അല്പം ചുഴിഞ്ഞൊന്ന് ആലോചിച്ചപ്പോൾ അതിനുള്ള തന്ത്രം രാമൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു. പിന്നെ വൈകിയില്ല. ഒരു പലകയിൽ ചില വാചകങ്ങൾ എഴുതിയിട്ട് ആ പലക ദാനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ഉമ്മറ ചുവരിൽ ഒരാണി അടിച്ച് തൂക്കിയിട്ടു. പലരും ആ പലകയിലെ വാചകങ്ങൾ വായിച്ചിട്ട് നിരാശരായി പോവുകയാണുണ്ടായത്. രാമൻ്റെ തന്ത്രം അതുതന്നെയായിരുന്നു. എന്നിട്ടും വൃദ്ധനായ ഒരു ബ്രാഹ്മണന് ആ വീടിനോടുള്ള കൊതി തീർന്നില്ല. അയാൾ തെനാലിരാമനെ സമീപിച്ച് ആ വീട് തനിക്ക് ദാനമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രാഹ്മണോത്തമ, ദാനം ചെയ്യുന്ന വ്യക്തിക്ക് സൽപ്പേരും സദ്ഫലവും ഉണ്ടാകുമെങ്കിലും ദാനം വാങ്ങുന്ന വ്യക്തിക്ക് അതുമൂലം മാനഹാനി ഉണ്ടാവില്ലേ? അതെങ്ങനെ? ദാനം നൽകുന്നതും വാങ്ങുന്നതും പണ്ടുതൊട്ടേ നമ്മുടെ ഭാരതത്തിലെ കീഴ്വഴക്കമായിരുന്നുവെന്ന് പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങ് പുരാണേതിഹാസങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമാണെന്ന് സാരം. എങ്കിൽ കേട്ടോളൂ. ദാനം ചെയ്യുന്നവൻ്റെ കൈ ഉയർന്നും അത് വാങ്ങുന്നവൻ്റെ കൈ താഴ്ന്നുമാണല്ലോ കാണപ്പെടാറുള്ളത്. അതെ, അതിനെന്താണ്? മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നത് അപമാനമാകുകയില്ലേ
എന്നാണ് നാം ചോദിച്ചത്. അല്പസമയം ആ വൃദ്ധ ബ്രാഹ്മണൻ ഉത്തരം മുട്ടി നിന്നു. അപ്പോൾ താങ്കൾ ആ വീട് എനിക്ക് ദാനമായി തരികയില്ല അല്ലേ എന്ന് നാം പറഞ്ഞില്ലല്ലോ. അർഹതയുള്ളവർക്കേ വീട് ദാനം ചെയ്യുകയുള്ളൂ എന്നതാണ് വ്യവസ്ഥ. അപ്പോൾ എനിക്കെന്താണാവോ അർഹതക്കുറവ്? ബ്രാഹ്മണൻ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനല്ലെന്ന് തെന്നാലി രാമൻ മനസ്സിലായി. രാമനും തൻ്റെ അടവൊന്ന് മാറ്റുവാൻ തീരുമാനിച്ചു. താങ്കൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? രാമൻ ചോദിച്ചു. വീട്ടിൽ. ബ്രാഹ്മണൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അങ്ങനെയെങ്കിൽ കുടുംബാംഗങ്ങളുമൊത്ത് സുഖമായി ജീവിക്കുന്ന വ്യക്തി അന്യൻ്റെ മുതൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിമോഹമല്ലേ? രാമൻ്റെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം കേട്ട് നിരാശനായ ബ്രാഹ്മണൻ മടങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അധികം സന്നാഹങ്ങളൊന്നും കൂടാതെ രാമൻ്റെ കുശലാന്വേഷണത്തിനായി മഹാരാജാവ് ആ വഴി വന്നത്. രാമാ, ഒരു വീട് ദാനം ചെയ്യാൻ ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ, രാജാവ് ചോദിച്ചു. ഉവ്വ്, അതിനുള്ള അറിയിപ്പ് പലകയും തൂക്കിയിട്ടുണ്ട്. എന്നിട്ട്? രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു. അർഹതപ്പെട്ടവരാരും വന്നില്ല തിരുമേനി. വിചിത്രമായിരിക്കുന്നല്ലോ. ആ അറിയിപ്പ് പലക നമുക്കൊന്ന് കാണണമല്ലോ. ഇതാ, ഉടനെ തന്നെ അത് തിരുമുൻപിൽ ഹാജരാക്കാമല്ലോ. രാമൻ അറിയിപ്പ് പലക അഴിച്ചെടുത്തുകൊണ്ടുവന്ന് രാജാവിന് നേരെ ഉയർത്തിപ്പിടിച്ചു. രാജാവ് അത് വായിച്ചു. അവനവനുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർക്ക് വീട് ദാനം ചെയ്യുന്നതാണ്. രാമൻ്റെ തന്ത്രത്തെക്കുറിച്ച് ഓർത്ത് കൃഷ്ണദേവരായർ പൊട്ടിച്ചിരിച്ചുപോയി. അവിടെ കൂടി നിന്നിരുന്ന മറ്റുള്ളവർക്കും ചിരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല.